ഇന്നലെ വൈകിട്ട് നമ്മുടെ ഫിഷ് ടാങ്കുകളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങിയതായിരുന്നു. അങ്ങനെ നമ്മൾ ഈ ഒരു ടാങ്കിൻ്റെ അടുത്തേക്ക് എത്തി. ഇതിനകത്ത് നമ്മുടെ ആപ്പിൾ സ്നെയിലുകൾ എടുക്കുന്നുണ്ട്, അഡൽട്ട് ആപ്പിൾ സ്നെയിലുകൾ, പിന്നെ ഈ ചെടികളാണ് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയയിലേക്ക് വന്നപ്പോഴാണ് ഞാൻ കണ്ടത് ഇവിടെ 2 ചെറിയ ആപ്പിൾ സ്നെയിലുകൾ പുറത്തേക്ക് ചാടി കിടക്കുന്നു. ഈ ഒരു പൊസിഷനിലാണ് നമ്മൾ നമ്മുടെ ഓവർഫ്ലോ PVC പൈപ്പ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഹോളിൽ കൂടെ അവർ ഇഴഞ്ഞ് കയറിയിട്ടാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത്. പിന്നെ പുറത്ത് ഡ്രൈ ആയതുകൊണ്ട് അതുപോലെ തന്നെ ഹീറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവർ ഷെല്ലിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് ക്ലോസ് ആയിട്ട് കിടക്കും. ഞാൻ വരുന്ന സമയത്ത് അങ്ങനെയാണ് കിടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്കറിയില്ല ഇവർ ജീവനോടെയാണോ കിടക്കണമെന്നുള്ളത്. പക്ഷേ ഞാൻ രണ്ടെണ്ണത്തിനെയും മുകളിൽ ടബിൽ കൊണ്ടിട്ടിട്ടുണ്ട്. ഈ വീഡിയോയുടെ അവസാനം ഞാൻ കാണിക്കാം. അങ്ങനെ എനിക്ക് മനസ്സിലായി ഇതിനകത്തുള്ള ആപ്പിൾ സ്നെയിലുകൾ മുട്ടയിട്ട് നാച്ചുറലായിട്ട് ഇതിനകത്ത് ബ്രീഡായിട്ടുണ്ടെന്നുള്ള കാര്യം. പക്ഷേ ഞാൻ ഇതുവരെ ഫുള്ളായിട്ട് ഇത് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടില്ല. പക്ഷേ നമ്മൾ ഈ അടുത്ത് തന്നെ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ഞാൻ വീഡിയോ എടുത്ത് കാണിക്കാം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ചെടികൾ എടുക്കാനുണ്ട്. ചെടികൾ അത്യാവശ്യം നല്ല സോഫ്റ്റ് ഇലകളായിട്ട് വന്നിട്ടുണ്ട്, ഫുള്ളായിട്ട് ഫില്ലായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജയൻറ്റ് ഗൗരാമകൾക്ക് ഫീഡ് ചെയ്യാനായിട്ട് ഇത് എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതെന്തായാലും നമ്മൾ തുറക്കും. ആ സമയത്ത് ആപ്പിൾ സ്നെയിലുകളുടെ കുഞ്ഞുങ്ങളെയൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാനിവർ ബ്രീഡായിട്ടില്ല എന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഈ ഒരു കുഞ്ഞുങ്ങൾ കിട്ടിയതോടുകൂടി കൺഫേംഡ് ആയിട്ടുണ്ട് അതിനകത്ത് ബ്രീഡായിട്ടുണ്ട് എന്നുള്ളത് നാച്ചുറലായിട്ട്. മുമ്പ് നമ്മൾ ആ സെയിം ടാങ്കിൽ നിന്ന് തന്നെ മുട്ടകൾ എടുത്തുകൊണ്ട് പോയി ഇൻഡോർ ഹാച്ച് ചെയ്ത് വെച്ച കുഞ്ഞുങ്ങളെല്ലാം ഈ ടാങ്കിലാണ് ഇട്ടിട്ടുള്ളത്. ഇത് സെപ്പറേറ്റ് ടാങ്കാണ്. ഇവിടെ വെച്ചിരുന്ന ഓവർഫ്ലോ പൈപ്പ് ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. കാരണം ഇതിനകത്ത് കുഞ്ഞുങ്ങൾ കിടക്കുന്നതുകൊണ്ട് അവരും ചിലപ്പോൾ ഇതുപോലെ ചാടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിനകത്താണ് നമ്മൾ ഇൻഡോർ വെച്ച് ഹാച്ച് ചെയ്ത എല്ലാ കുഞ്ഞുങ്ങളെയും ഞാൻ ഇട്ടിട്ടുള്ളത്. ഇതിനകത്ത് നമ്മുടെ ഫ്ലോട്ടിംഗ് ചെടികൾ കിടക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ കാണിച്ച ആ ചെറിയ ടാങ്കും ഈ വലിയ ടാങ്കിലും നമ്മൾ ചെടികളും പ്ലസ് ആപ്പിൾ സ്നെയിലുകളും കിടക്കുന്നുണ്ട്. പുറത്തേക്ക് ചാടിപ്പോയ ആ 2 ചെറിയ ആപ്പിൾ സ്നെയിലുകളെയും ഞാൻ ഈ ടബിലാണ് കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ടായിരുന്നത്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ ഇതുവരെ നോക്കിയിട്ട് അവർ അതിനകത്ത് പ്രോപ്പറായിട്ട് നടക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അവർ ഷെല്ലിനകത്ത് തന്നെയാണ് ഇരിക്കുന്നത്. ഇത് ജീവനോടെ ഉണ്ടോ അതോ ചത്തിട്ടാണോ ഈ ഷെല്ലിനകത്ത് ഇരിക്കുന്നത് എന്നുള്ള കാര്യം എനിക്കറിയില്ല. 1-2 ദിവസത്തിനുള്ളിൽ നമുക്ക് എന്തായാലും അറിയാൻ പറ്റും. കാരണം അവർ കുറേ നേരം പുറത്ത് കിടന്നതുകൊണ്ട് ചിലപ്പോൾ ചൂടൊക്കെ തട്ടി ഡ്രൈ ആയിട്ട് ചിലപ്പോൾ അവർ ചത്തു പോയിട്ടുണ്ടായിരിക്കും. സാധാരണ ഇവർ ചത്തുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് തിരിച്ചറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇതുപോലെ ഷെല്ലിനകത്ത് പോയിട്ട് ടൈറ്റായിട്ട് ഇരിക്കില്ല. ഇവരുടെ ഫ്ലഷ് പുറത്തേക്ക് തള്ളി വരും. രണ്ടിൻ്റെയും ഫ്ലഷ് പുറത്തേക്ക് തള്ളി വന്നിട്ടില്ല, കണ്ടില്ലേ? ആ ഷെല്ലോട് കൂടി അവരുടെ ആ ഒരു ക്ലോസ് ചെയ്യുന്ന ഷെല്ല് കണ്ടില്ലേ, അതോടുകൂടി അവർ അതിനകത്ത് സേഫായിട്ട് ഇരിക്കുന്നുണ്ട്. പക്ഷേ പുറത്ത് വന്ന് കാണുന്നില്ല. ചത്തു പോയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. 2 പേർക്കും ജീവനുണ്ട്, പക്ഷേ അവർ പുറത്തേക്ക് അങ്ങനെ ആക്റ്റീവായിട്ട് വരുന്നില്ല. അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് ദിവസം കൂടി നോക്കാം. എനിക്ക് തോന്നുന്നത് ചത്തു പോയിട്ടില്ല എന്ന് തന്നെയാണ്. കാരണം ചത്തു പോയി കഴിഞ്ഞാൽ ഇവർ പുറത്തേക്ക് വരാറുണ്ട്, ഇവരുടെ ഫ്ലഷ് പുറത്തേക്ക് തള്ളി വരും. ഇനിയിപ്പോൾ അവർ ഡെഡായി പോയിട്ട് ആ ഒരു ഷെല്ലിനകത്ത് ടൈറ്റായിട്ട് ഇരിക്കുകയാണോ എന്ന് നമുക്കറിയില്ല. കാരണം അവർ കുറേ നേരം പുറത്ത് കിടന്നതുകൊണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് 1-2 ദിവസം വെയിറ്റ് ചെയ്യാം ഇവരുടെ ഹെൽത്ത് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇവർ ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസം ഈ ഒരു ടബിലിട്ട് ഫുഡ് കൊടുത്തതിന് ശേഷം നമുക്ക് നേരത്തെ കാണിച്ച 2 ഔട്ട്ഡോർ ടാങ്കുകൾ ഏതെങ്കിലും ഒരെണ്ണത്തിൽ കൊണ്ട് നമുക്ക് തിരിച്ചു വിടാം. ഇത് ഗോൾഡൻ ആപ്പിൾ സ്നെയിലുകളാണ്. ഈ ഒരു അക്വേറിയം ഹോബിയിൽ അലങ്കാരത്തിനായിട്ട് അക്വേറിയങ്ങളിൽ വളർത്തുന്ന ഒരു വെറൈറ്റി സ്നെയിലുകളാണ്. ഇത് ഫ്രഷ് വാട്ടർ സ്നെയിലുകളാണ്. ഓംനിവോറസ് ആണ്, സസ്യാഹാരങ്ങളും മാംസാഹാരങ്ങളും കഴിക്കുന്ന വെറൈറ്റിയാണ്.